ഉത്സവലഹരിയിൽ കൊട്ടിയാഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ റോഡിന്റെ ചരമവാർഷികം നടത്തി പുന്നലയിലെ ജനകീയ സമരമുന്നണി പ്രവർത്തകർ. പ്രദേശത്തെ പ്രമുഖ പാതയായ പത്തനാപുരം പുന്നല കറവൂർ അലിമുക്ക് റോഡ് പുനർനിർമ്മാണം നടത്താനായി ടാറിംഗ് ഇളക്കിമാറ്റി കെമിക്കലും സിമന്റും ചേർത്ത് റോഡിന് നിലം ശരിയാക്കിയെങ്കിലും ടാറിംഗ് പേരിന് മാത്രം കുറച്ച് നടത്തി. ബാക്കിയുള്ള 85% ഭാഗം റോഡിൽ കുണ്ടും കുഴിയുമായി ഗതാഗത സഞ്ചാരത്തിന് സാധ്യമാവാത്ത അവസ്ഥയിലാണ്. നാടിൻ്റെ ദുരാവസ്ഥയ്ക്കെതിരെ നാട്ടുകാർ സ്ഥലം MLAയും ഗതാഗത മന്ത്രിയുമായ ഗണേഷ് കുമാറിനെ കണ്ട് പരാതി പറഞ്ഞിട്ടും വിവിധ രാഷ്ട്രീയ ഉന്നത നേതാക്കളെ വിവരം അറിയിച്ചിട്ടും റോഡിൻ്റെ ശാപമോക്ഷത്തിന് അനക്കമായില്ല. തുടർന്ന് രാഷ്ട്രീയത്തിനതീതമായി നാട്ടുകാർ റോഡിനു വേണ്ടി ഒന്നായി FTR ജനകീയ സമിതി രൂപീകരിച്ച് പ്രത്യക്ഷ സമരത്തിനായി ഇറങ്ങുകയായിരുന്നു. സമരത്തിന് ആദ്യപടിയായി പൊതുസമൂഹത്തെ അറിയിക്കാനായി വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു. തുടർന്ന് പുന്നല ജംഗ്ഷനിൽ റോഡിൻ്റെ 1ാമത് ചരമവാർഷികം പ്രതിഷേധപരമായി പായസം വിളമ്പിയും റോഡിൽ റീത്ത് വെച്ചും പ്രതിഷേധിച്ചു. സമരത്തിൻ്റെ ഭാഗമായി മൈക്ക് സെറ്റ് പെർമിഷൻ പോലീസ് നിഷേധിച്ചതിൻ്റെ ഭാഗമായി ജനകീയ മുന്നണി പ്രവർത്തകർ ചാച്ചിപ്പുന്നയിൽ നിന്നും പുന്നലയിലേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തി. റോഡിൻ്റെ പുനർനിർമ്മാണം വീണ്ടും അനിശ്ചിതത്തിലേക്ക് പോയാൽ MLA ഓഫീസിന് മുന്നിൽ മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഇവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. ഇവിടെയുള്ളവരെല്ലാം പുന്നലയുടെയും കറവൂരെയും പത്തനാപുരത്തെയും താമസിക്കുന്ന സാധാരണപ്പെട്ട ജനങ്ങളാണ്. ഇവർ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ കീഴിലല്ല ഈ സമരം ചെയ്യുന്നത്. ഒരു സമുദായ സംഘടനയുടെ കൊടിയുടെ കീഴിലല്ല ഈ സമരം ചെയ്തത്. ഇത് സാധാരണക്കാരായ ആളുകൾ അവർ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. ആ വാട്സപ്പ് കൂട്ടായ്മ 3 തവണ ഹാക്ക് ചെയ്യപ്പെടുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെയാണ് ഹാക്ക് ചെയ്യപ്പെടുന്നത്? അവരുടെ ഒരു പ്രതിഷേധം അറിയിക്കാനുള്ള ഒരവസരം പോലും കൊടുക്കാതെ അവരെ ഒരു കിരാതമായ ഭരണത്തിന്റെ ഇരകളാക്കി മാറ്റാനുള്ള ശ്രമം. ഇതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിന്മാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഈ സമരത്തിൽ വന്നാൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന് പറയുന്നു. ഈ സമരത്തിന്റെ ഭാഗമായാൽ കേസെടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഈ സമരത്തിന് മൈക്കിന്റെ സാങ്ഷൻ നൽകാതിരിക്കുന്നു. ഇങ്ങനെ ഈ നാട്ടിൽ അവകാശപ്പെട്ട ഓരോ കാര്യങ്ങളും ഹനിക്കപ്പെട്ടുകൊണ്ടാണ് അധികാരികൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമായ ഈ റോഡിന് വേണ്ടി ഇന്ന് ഒരു ജനകീയ കൂട്ടായ്മയുടെ സമരം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ സമരം അടിസ്ഥാനപരമായ ഗതാഗത സംവിധാനം പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് റോഡ് നവീകരിച്ചില്ലെങ്കിൽ ഇനിയും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഇതിന് ഫണ്ടില്ല എന്നുള്ള കാര്യമല്ല പ്രശ്നം, ഇതിന് പ്രോജക്റ്റ് ഇല്ലാത്തതിന്റെ പ്രശ്നമല്ല, ഇതിന് മറ്റെന്തെങ്കിലും ടെക്നിക്കൽ സാക്ഷ്യം കിട്ടാത്തതിന്റെ പ്രശ്നമല്ല. ഇത് ചില ആളുകളുടെ പിടിപ്പുകാടിന്റെ ഒരു പ്രശ്നം മാത്രമാണ്. ഇത് വാട്ടർ അതോറിറ്റിയിൽ നിന്നും KSBയിൽ നിന്നും NOC വാങ്ങിച്ചു കൊടുക്കാത്തത് കൊണ്ട് കോൺട്രാക്ടർക്ക് സമയബന്ധിതമായി പണി കഴിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല അവർ ചെയ്ത വർക്കിന്റെ ബില്ലുകൾ മാറുന്നതിനു വേണ്ടി സൈൻ ചെയ്ത് കൊടുക്കുന്നതിനും അതിന്റെ എസ്റ്റിമേറ്റുകൾ റിവേഴ്സ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല. ഇവിടെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പത്തനാപുരത്ത് നിന്നോ കേരളത്തിൽ നിന്നോ ഉള്ള ഒരു കരാറുകാരനല്ല ഈ റോഡ് ചെയ്യുന്നത്. അന്യ സംസ്ഥാനത്ത് പോയി ഒരു കരാറുകാരനെ കൊണ്ടുവന്ന് ഇവിടെ ഈ പദ്ധതി ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ആൾ തന്നെ ഈ നാട്ടിലെ ജനങ്ങളോട് വിശദീകരിച്ചു. ഈ ചെയ്യാൻ പോകുന്നത് നിലവിലെ റോഡ് കുത്തിയിളക്കി മണ്ണിൽ കുഴച്ച് വെള്ളം മിക്സ് ചെയ്ത് ജർമ്മൻ ടെക്നോളജിയിൽ റോഡ് നവീകരിക്കാൻ പോകുന്നുവെന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചതാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, താങ്കൾ പൊളിച്ച റോഡ് എവിടെ? താങ്കൾ പണിയാമെന്ന് പറഞ്ഞ റോഡ് എവിടെ? ഈ റോഡിന് വേണ്ടി ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളിനി നിരാഹാര സമരം നടത്തണോ? ഞങ്ങളിനി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തണോ? ഞങ്ങളിനി പട്ടിണി സമരം കടന്ന് ഞങ്ങൾ ഇനിയും രക്തസാക്ഷികളാകണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ റോഡിലൂടെ കുഞ്ഞുങ്ങളുമായി ബൈക്കിൽ പോയാൽ ഏതെങ്കിലും ഗട്ടറിൽ വീണ് ആ കുഞ്ഞ് തറയിൽ വീണ് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ ഇതിന്റെ ഉന്നത അധികാരികളായിരിക്കുന്ന ആരെങ്കിലും ആ കുഞ്ഞിന്റെ ജീവന് സുരക്ഷിതത്വം പറയാൻ തയ്യാറാകുമോ? ഇതിലെ റോഡിലൂടെ പോകുന്ന ഇരുചക്ര വാഹനങ്ങൾ വീണ് പരിക്കേൽക്കുമ്പോൾ ആ പരിക്ക് പറ്റിയ ആൾക്ക് ആശുപത്രി പോകുവാൻ ഏതെങ്കിലും അധികാരികൾ പൈസ തരുമോ? ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ കടന്നു വരുന്ന ഇത്തരം തീരുമാനങ്ങൾക്കാണ് ഈ സമരം ഒരു വലിയ വിജയമായി മാറും. കാരണം ഇത് ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ജനങ്ങളും അവർ രാഷ്ട്രീയ വ്യത്യാസമന്യേ ഇവിടെ പങ്കെടുത്തവരാണ്. അവരുടെ കൂട്ടായ്മയ്ക്ക് മുന്നിൽ അധികാരികൾ കണ്ണു തുറക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും തരുന്നു. ജർമ്മൻ ടെക്നോളജിയിൽ പണിയാവെന്നും പറഞ്ഞ് കൊണ്ടുവന്ന റോഡാണ്. പക്ഷേ
ജർമ്മൻ പോയിട്ട് നാടൻ പോലും ആയിട്ടില്ല, മൊത്തത്തിൽ ഫ്ലോപ്പായി കിടക്കുക. ഈ പുന്നല എന്നൊക്കെ പറഞ്ഞാൽ കിഴക്കൻ മലയോര മേഖലയിൽ ഏറ്റവും വലിയ ഒരു കമ്പോളമായിരുന്നു. പക്ഷെ ഇപ്പം തന്നെ ഇവിടെ ജനങ്ങളോ ആളുകളോ ഒന്നും വരുന്നില്ല എന്നാണ് ഇവിടുത്തെ കച്ചവടക്കാരെ പോലും പറയാൻ പറ്റിയത്. അപ്പൊ നമുക്കിപ്പം പള്ളിമുക്കിന്ന് ഈ പുന്നല വരെ വരുന്ന റോഡ് ഇപ്പം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയും ഇവിടെ പത്തനാപുരത്തിന്റെ MLA ആയ സാറത് വഴി വന്നപ്പം കണ്ടു കാണുമായിരിക്കും. പക്ഷെ മൊത്തത്തിൽ പൊളിഞ്ഞു കിടക്കുവാണ്. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് ഇപ്പം ഇതിന്റെ 1ാം വാർഷികം, ചരമവാർഷികം ആഘോഷിച്ചിരിക്കുകയാണ് ഈ പത്തനാപുരത്തെ പുന്നലയിലെ ജനങ്ങള്. അപ്പൊ ഞാനും ഒരു പായസം കുടിച്ച് അവരുടെ കൂടെ കൂടുകയാണ്. ഓക്കെ, പത്തനാപുരം പുന്നല കറവൂർ അലിമുക്ക് റോഡ് 2 വർഷക്കാലമായി തകർന്നു കിടക്കുകയാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഈ റോഡിൻ്റെ ഇരു സൈഡുകളിലും താമസിക്കുന്നവർക്ക് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പൊടിയാണ്, ചൂട് സമയത്ത് പൊടിയും മഴ സമയത്ത് ചെളികൾ ഇരു സൈഡിലേക്കും തെറിക്കുകയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ നാട്ടിൽ സാധാരണപ്പെട്ട ജനങ്ങൾ നിത്യം കഴിഞ്ഞു പോകുന്നത്. ഈ പറയുന്ന കണക്ക് നാട്ടിലെ സാധാരണപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർക്ക് നിത്യവും കിട്ടുന്ന 500 രൂപ വരുമാനം വർക്ക്ഷോപ്പിലേക്കാണ് കൊണ്ടുകൊടുക്കുന്നത്. കാരണം അത്രയും വളരെ പ്രയാസപ്പെട്ട് കണ്ടാണ് ഇവിടെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു അശാസ്ത്രീയ നിർമ്മാണമാണ്. അതുകൊണ്ടാണ് ഇത് ഈ വഴിയിലേക്ക് ആയിത്തീർന്നത്. ഈ 30 സെന്റിമീറ്റർ കനത്തിൽ ഇതിനെ ചെളിമണ്ണെടുത്ത് അതിന്റെ കൂടെ സിമെന്റ് മിക്സ് ചെയ്ത് നിർമ്മാണം നടത്തിയതാണ്. ഒരിക്കലും അങ്ങനെ ഒരു നിർമ്മാണം നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള കുത്തൊഴുക്ക് മഴ പെയ്യുന്ന സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇതേപോലെ ഒരു നിർമ്മാണം നടത്തി അത് പൂർണ്ണമായിട്ടും താർന്നു പോകുന്നുള്ളതിന്റെ തെളിവാണിത്. ഇതില് എന്താണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആകെ ഉള്ളത് പണ്ടിട്ട മെറ്റിൽ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് സിമെന്റ് ഉണ്ടെന്ന് പറയുന്നത്. കാരണം കവല അമ്പലത്തിന്റെ അവിടെ കണ്ടം പോലെ ചെളിയായി അവസാനം സിമെന്റ് കുഴച്ചിട്ട് നിരത്തേണ്ട സ്ഥിതിയിലേക്ക് വരെ മാറി. എന്ത് നിർമ്മാണമാണെന്ന് ചോദിച്ചാൽ നാട്ടുകാർക്ക് പോലും, നാട്ടുകാരാണ് അനുഭവിക്കുന്നത്. കാരണം ഇതിന്റെ ഫണ്ട് വെച്ചവനോ അല്ലെ ഇത് നിർമ്മാണം കൊണ്ടുവന്നവനോ ആരും അനുഭവിക്കുന്നില്ല. ഇനി ഇതൊരു 10 വർഷത്തേക്ക് ഇതിനകത്ത് പുതിയൊരു നിർമ്മാണം കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ സാങ്കേതിക വശം വെച്ച് ഇതിനകത്ത് നിർമ്മാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയൊരു ഫണ്ട് വെച്ച് ഇതിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. നിലവിൽ റോഡിന്റെ സമയവുമായി ബന്ധപ്പെട്ട് കുറച്ച് പേര് കൂട്ടായ്മ രൂപീകരിച്ച് വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നു, മൈക്ക് സാക്ഷന് പോകുന്നു, അതോ ബ്ലോക്ക് ചെയ്യുന്നു. ഇതിനെ കുറിച്ച് എന്താണ്? അതൊക്കെ ഈ നാട്ടിൽ മൊത്തമുള്ള ഞങ്ങളായോ പത്തനാപുരം എന്ന് പറഞ്ഞ കാട്ടുപത്തനാപുരത്തെ നാട്ടുപത്തനാപുരം ആക്കി പറഞ്ഞത്. ഇതിപ്പോ പുന്നല കണ്ട 89 മോഡൽ പുന്നല 1989 പുന്നലയായി കിടക്കുന്നത്. പത്തനാപുരം ടൗണില് ഇപ്പൊ നടന്ന പുനലൂർ പൊൻകുന്നം നിർമ്മാണത്തില് നിങ്ങൾ കാണാം കാട്ടുപത്തനാപുരം അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചേക്കുന്ന പള്ളിമുക്ക് മുതല് കല്ലുംകടവ് വരെ ലൈറ്റ് വെച്ചേക്കുക കാട്ടുപത്തനാപുരം അല്ലാതാക്കാൻ. കാരണം അത് കാട്ടുപത്തനാപുരം ആവരുത്, മൊത്തം ലൈറ്റ് അങ്ങിട്ട് അതിന് പേര് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെട്ടിക്കുറച്ച ലൈറ്റുകൾ പള്ളിമുക്ക് മുതല് കല്ലുംകടവ് വരെ കൊണ്ടിട്ട് കാട്ടുപത്തനാപുരം അല്ലാതാക്കി വെച്ചേക്കുക. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഈ നാട്ടിൽ പുരോഗതി ഇല്ല. പിന്നെ കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കളർ അടിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു ജനകീയ വിജയമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട KB ഗണേഷ് കുമാർ MLA ഒരു FDR പ്രോജക്റ്റ് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ BTech-ഉം M.Tech-ഉം പഠിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് വ്യക്തമായ കാര്യങ്ങൾ അറിയത്തില്ല, ഞാൻ പറയുന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന പോലെ ഈ നാടിന്റെ കാര്യം നടക്കണം. അദ്ദേഹത്തെ സംബന്ധിച്ച് FDR പദ്ധതി പക്ക പരാജയമാണ്. പുതിയതായി ഈ പ്രോജക്റ്റ് തന്നെ ഇന്ന് സാഹചര്യം ഉണ്ടാവുകയാണ്. കാരണം ഈ FDR പ്രോജക്റ്റിന്റെ കോൺട്രാക്ടർമാർ ഇവിടുന്ന് മാറിപ്പോയി. ഇനി പുതിയ റീടെൻഡർ ചെയ്യണമെങ്കിൽ തന്നെ അവർ റീടെൻഡർ ചെയ്ത് പൈസ കൊടുത്തില്ലെങ്കിൽ അവരിവിടെ ഇത് കേസ് കൊടുക്കും. ഇത് അനന്തമായി നീണ്ടുപോകും. അതുകൊണ്ട് ഈ ജനകീയ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം അടിയന്തരമായി ഈ റോഡുകൾ പുന്നല റോഡ് മാത്രമല്ല, പുന്നല കറവൂർ റോഡ് മാത്രമല്ല, നമ്മുടെ കവുഞ്ചേരി റോഡും ഏനാത്ത് റോഡും പാടം റോഡും എല്ലാം സഞ്ചാരി ജനങ്ങളുടെ വികാരം ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് പോകണമെന്നാണ് എന്റെ അഭ്യർത്ഥന. അത്രയും ഞങ്ങളുടെ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ വയ്യ. ഈ പിള്ളേരെ കൊണ്ട് രാത്രി 7 മണിക്കാ കൊടമുക്കിനി ചെല്ലുന്നത്, പെരുന്തോലി കഴിഞ്ഞിട്ട് കൊടമുക്കിനി ചെല്ലുന്നത്. 7 മണി കടശ്ശേരി ഇവിടെ ഓടി ചെല്ലുമ്പോൾ 7 മണി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ രാത്രി കൊണ്ട് ഇറക്കുന്നത്. ഈ മഴയായാൽ അതും താമസിക്കും. 6:15 ആകുമ്പോഴേ ഈ കുഞ്ഞുങ്ങളെ ഓരോ വീട്ടുകളിൽ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നത്. അതാ റോഡ് മോശമായതുകൊണ്ട് ഇത്രയും താമസിക്കും. അല്ലെങ്കിൽ ഒരു 5:30 ആകുമ്പോഴത്തെ കൊണ്ട് എത്തിക്കുന്നതാ. ഈ റോഡ് മോശമായതുകൊണ്ട് ഏതാണ്ട് 6:15 ആകുമ്പോഴേ ഈ പിള്ളേരെ എല്ലാം കൊണ്ട് ഇറക്കി കഴിയുന്നത്. നല്ല റോഡാണെങ്കിൽ എപ്പോഴും തീരേണ്ടതാ. നല്ല റോഡാണെങ്കിൽ 5:30 ആകുമ്പോൾ ഇറക്കി തരും. 5:30 ആകുമ്പോഴത്തേന് ഇറക്കും. ഇതിപ്പോ 6:15 6:30 ആകുമ്പോഴത്തേന്
വണ്ടി മൊത്തം പണിയാ. വണ്ടിയുടെ സ്പിൻഡിൽ മൊത്തം പണിയാ. ഡെയിലി ഒരാഴ്ച കൂടുമ്പോൾ വണ്ടി പണിയണം. ഒരാഴ്ചയിലെ പണിയാ. അത്രയും നഷ്ടമാണ് പിന്നെ സ്കൂളിനുണ്ടാവുന്നത്. ഈ റോഡിൽ കൂടി ഓടി എൻ്റെ വണ്ടി കഴിഞ്ഞ ദിവസം ഫ്രണ്ട് ഒടിഞ്ഞ് 4000 രൂപയുടെ പണിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു 800 രൂപ ഓടി കഴിഞ്ഞാൽ 500 രൂപ വർഷാപ്പിൽ കൊടുക്കും, 300 രൂപയുടെ ഡീസൽ അടിക്കും, വീട്ടിൽ കൊണ്ടുപോകാൻ ബാലൻസ് ഒന്നുമില്ല. ഇതാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ. 1 കിലോമീറ്റർ ഓടിയിട്ട് വരണമെങ്കിൽ 10 മിനിറ്റ് വേണം. 1 കിലോമീറ്റർ ഓട്ടോ ഓടിയിട്ട് വരണമെങ്കിൽ. ഈ അവസ്ഥയിൽ ഞങ്ങൾ 1 കൊല്ലം കൊണ്ട് ഓടുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഇങ്ങനെ ഒരു സമരമായിട്ട് ഇറങ്ങിയതല്ലേ പറ്റത്തുള്ളൂ. ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലൊന്നും 2 വർഷമായിട്ട് കച്ചവടമില്ല. എല്ലാ സാധനങ്ങളും പൊടിയടിച്ച് ഇരിക്കുകയാണ്. അതുകൊണ്ട് ആൾക്കാർ കസ്റ്റമർ സാധനങ്ങൾ വാങ്ങുവാനെ കൊണ്ട് വരുന്നില്ല കടകളിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡ് ഇത്രയും വർഷമായി 2 വർഷക്കാലമായിട്ട് യാത്ര വളരെയധികം വിഷമത്തിലാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളടക്കം വന്ന് ഈ റോഡിലൂടെ വീഴുക, അങ്ങനെ എല്ലാ വിധത്തിലും 2 വർഷക്കാലമായിട്ട് പുന്നലയും അച്ചൻകോലും മുതൽ ഇങ്ങോട്ടുള്ള ജനങ്ങൾ വളരെയധികം ദുരിതത്തിലാണ്. അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് ഈ നാട്ടിലെ ഒരു പൗരൻ എന്ന നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്.